ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പി. ഇന്നത്തെ വീഡിയോ കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബീഫ് കൊണ്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചുക്ക റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 kg വരുന്ന ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി 3 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണ്. അതുപോലെ 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ബൗള് തേങ്ങ കൊത്താണ് എടുത്തിട്ടുള്ളത്. തേങ്ങ പീസുകൾ ചെറിയ പീസുകളാക്കി എടുത്തതാണ്. അതുപോലെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ബീഫ് ഒന്ന് തിളപ്പിച്ചൂറ്റി ഇതിലെ കൊഴുപ്പെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് വറുത്ത് വെച്ച തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റാണ് ഇതിൽ കഴിക്കുന്നത്.
ഇനി ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി മല്ലിയില അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട് ഞാൻ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. ഇനി 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലും നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് അടിപൊളി ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫ് കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.